ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന ഒരു തെറ്റിനെ പറ്റിയിട്ടാണ്. ഈ തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി ഉണ്ടാകാനായിട്ട് ലേറ്റ് ആകും. അപ്പോൾ ആ തെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളെല്ലാവരും കേൾക്കണം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ടൊരു വീട്ടമ്മയായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് മൈൻഡിൽ ചിന്തിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നു, കിച്ചണിൽ കയറുന്നു, പണികൾ ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ ഫുഡ് ഉണ്ടാക്കുന്നു, ബാഗ് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു കാര്യം കഴിഞ്ഞ് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു. ഇനി നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളും ജോലിക്ക് പോകുന്നു, അവിടെ പോയി നിങ്ങൾ ജോലി ചെയ്യുന്നു. ഇനി നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പണികളുണ്ടാകും. ചിലപ്പോൾ അലക്കാൻ, അതുപോലെ അടിച്ചു വാരാൻ, തുടയ്ക്കാൻ, മുറ്റമടിക്കാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിച്ച് വന്നു, റെസ്റ്റ് എടുത്തു ഇരിക്കുന്നു, ചോറ് കഴിക്കുന്നു, കുറച്ച് നേരം ഒന്ന് ഫോണിൽ നോക്കുന്നു, റിലാക്സ്ഡ് ആവുന്നു, ഒന്ന് കിടക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈവനിങ് ആവുന്നു, ചായ ഉണ്ടാക്കുന്നു. ഈ ഒരു പ്രോസസ്സ് അങ്ങനെ അങ്ങോട്ട് പോയി. രാത്രിത്തെ ഫുഡിൻ്റെ കാര്യം നിങ്ങൾ നോക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ജോലിക്ക് പോയിട്ട് നിങ്ങൾ നോർമലി തിരിച്ചു വരുന്നു. ഈ ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. വൈറ്റ് കോളർ ജോബ് ആണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ജോലി ചെയ്താലായിട്ട് മതിയാകും. അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അതല്ലാതെ നമ്മളിപ്പോൾ പുറത്ത് പോയി വേറെ നമ്മുടെ ശരീരം അനങ്ങിയിട്ടുള്ള ജോലിയാണെങ്കിൽ നമ്മളത് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. ഈ ഒരു പ്രോസസ്സാണ് സാധാരണയായിട്ട് നടക്കാറ്. എന്നാൽ ഈ ഒരു പ്രോസസ്സാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകാനായിട്ട് ഡിലേ ആകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫോളോ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ല. സാധാരണയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ല ഇതെന്ന് പറയാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ദിനചര്യയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടാകുന്നില്ല. ഫിസിക്കലി നമ്മൾ ഇന്നാക്റ്റീവായിട്ട് പോകുന്നു. ഫിസിക്കലി നിങ്ങൾ ഇന്നാക്റ്റീവായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മളിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകും. ഇത് കേൾക്കുന്ന എല്ലാവരും ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, ചേച്ചി എന്താ ഈ പറയുന്നത്? അലക്കാൻ പോകണമൊക്കെ ഞങ്ങൾ ആക്റ്റീവ് അല്ലേ, ഞങ്ങൾ തുടക്കുമ്പോൾ ഞങ്ങൾ ആക്റ്റീവ് അല്ലേ, ഞങ്ങൾ മുറ്റടിക്കുമ്പോൾ ഞങ്ങൾ ആക്റ്റീവ് അല്ലേ, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു പ്രോസസ്സ് അല്ല നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആകാനായിട്ട് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോർമലി ഒരു കാര്യം ചെയ്യുന്നു, നമുക്ക് സമയമെടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് വേറൊരു കാര്യങ്ങളും ചെയ്യാനില്ല. ഇപ്പോൾ അലക്കണം, തുടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് രാവിലെ മുതലൊരു വൈകുന്നേരം വരെ സമയമുണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്? സ്ലോവിൽ നമ്മുടെ സമയം എടുത്ത് നമ്മുടെ ഇഷ്ടപ്രകാരമായിരിക്കും നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്, അല്ലേ? നേരെ മറിച്ച് നമുക്ക് ഒട്ടും സമയമില്ലെങ്കിൽ നമ്മൾ വെപ്രാളപ്പെട്ട് ഓടാനായിട്ട് തുടങ്ങും, ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവാണ്. കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഓരോ മാറ്റങ്ങളുണ്ട്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവില്ല. സാധാരണയായിട്ട് ഞാൻ ഈ ആദ്യം പറഞ്ഞൊരു പ്രോസസ്സിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു സ്പീഡിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫിസിക്കലി ഒട്ടും ആക്റ്റീവ് അല്ലാതായി പോകുന്നു, നമ്മൾ എക്സസൈസ് ചെയ്യാതായി പോകുന്നു, നമ്മൾ വർക്കൗട്ടുകൾ ചെയ്യാതായി പോകുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകും. നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും നിങ്ങൾ ഹോർമോണൽ ഇംബാലൻസസ് നിങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ ഹോർമോണൽ ഇംബാലൻസസ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് PCOS അവിടെ ഉണ്ടാകും. PCOS മാത്രമല്ല, മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകും. PCOS ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ അമിതമായിട്ട് വണ്ണം വയ്ക്കും, അല്ലെങ്കിൽ അമിതമായിട്ട് വണ്ണം വെച്ചതിന് ശേഷമായിരിക്കും നമുക്ക് PCOS ഉണ്ട് എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും, നിങ്ങളുടെ 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കാം. ഫിസിക്കലി ആക്റ്റീവ് ആകുക എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വർക്കൗട്ടുകൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ആയിട്ടുള്ള ഫലോപ്പിയൻ ട്യൂബ്, ഓവറീസ്, യൂട്രസ്, സെർവിക്സ്, ഇങ്ങനെയുള്ള ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുക. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആകും. ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരിക്കലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരിക, നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കഴിക്കുക, നമ്മൾ ഒട്ടും തന്നെ എക്സസൈസുകളോ വ്യായാമങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നവർക്കാണ് PCOD പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസസ് അടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതൊന്ന് മാറ്റി പിടിച്ച് നോക്കുക.
ആ മാറ്റിപ്പിടിച്ച ആദ്യത്തെ മാസം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത് കേട്ടോ. ഒരു 2-3 മാസം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിൽ ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസസ് നിങ്ങളൊന്നും തന്നെ ചെയ്യാതെ തന്നെ കറക്റ്റാവും. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നവരും ഡയറ്റ് ചെയ്യുന്നിട്ടും ഒക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഇങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ബോഡി നമ്മളുമായിട്ട് പൊരുത്തപ്പെടുകയും ചെയ്യും, നമ്മൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ സ്ത്രീകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്കിപ്പോൾ പുറത്ത് പോയി വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, നമുക്ക് റൂമിൽ തന്നെ നടക്കാം, 8 വാക്കിംഗ് ചെയ്യാം, ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നമ്മുടെ റൂം അടച്ച് നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിലും അവരൊട്ടും തന്നെ വർക്കൗട്ടുകൾ ചെയ്യുന്നില്ലോ, ജസ്റ്റ് ഒരു വാക്കിംഗ് പോലും അവർ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ നോർമലി നമ്മളൊരു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നുള്ളതല്ല കേട്ടോ, നമ്മൾ കൈയൊക്കെ വീശി നല്ല ആഞ്ഞ് ചവിട്ടി അങ്ങോട്ട് നടക്കുക എന്നുള്ളതാണ് നമുക്ക് വാക്കിംഗ് എന്നുള്ളൊരു ഗണത്തിൽ പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു വാക്കിംഗ് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പുരുഷന്മാരുടെ സ്പേമിൻ്റെ ക്വാളിറ്റി അത് അഫക്റ്റ് ചെയ്യും. ക്വാളിറ്റിയെ മാത്രമല്ല സ്പേമിൻ്റെ സ്ട്രക്ചറിനെ വരെ അത് അഫക്റ്റ് ചെയ്യും. ഈ സ്പേമിൻ്റെ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ കൂടി തന്നെയും ആ ബേബിക്ക് അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ജനിതക വൈകല്യം കുഞ്ഞിനുണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകും. ജനിതക വൈകല്യം കുഞ്ഞിനുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ ബോഡി തന്നെ മിസ്കാരേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അബോർട്ട് ചെയ്ത് കളയേണ്ടതായിട്ടും വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ വെറും 30 മിനിറ്റ് മാത്രം ഓരോ ദിവസവും ചിലവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. നിങ്ങളത് മാക്സിമം ചെയ്ത് നോക്കുക.